ഹായ്, ഒരു 500 രൂപയുണ്ടോ കയ്യിൽ? എങ്കിൽ അത് 30 കോടിയായി തിരിച്ചു കിട്ടും. വിശ്വാസം വന്നില്ല അല്ലേ? പറയാം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ഏറ്റവും വലിയ ബമ്പർ ലോട്ടറിയെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതെ, ഓണം ബമ്പർ. 2026 ഓണം ബമ്പറിന്റെ സമ്മാന തുകയാണ് 30 കോടി. ഇപ്പൊ ശരിക്കും നിങ്ങൾ ഞെട്ടിയില്ലേ? ഇതുവരെ 25 കോടിയായിരുന്നു ഒന്നാം സമ്മാനമായിട്ട് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം തൊട്ട് അത് 30 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ 500 രൂപ മുടക്കി ഒരു ഓണം ബമ്പർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഭാഗ്യം നിങ്ങൾക്കായിരിക്കും ആ 30 കോടി അടിക്കുന്നത്. ഇതൊരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ലോട്ടറികളാണ് വിപണിയിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് ലോട്ടറികളിൽ നിന്നാണ് ഒരാൾക്ക് ബമ്പർ അടിക്കുന്നത്. സോ അത് നിങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഭാഗ്യശാലി തന്നെയാണ്. 30 കോടി അടിച്ച് ഒന്നാം സമ്മാനം നേടിയ ആള് മാത്രമല്ല ഭാഗ്യശാലി. രണ്ടാം സമ്മാനം നേടിയ ആളും മൂന്നാം സമ്മാനം നേടിയ ആളും ഒക്കെ ഭാഗ്യശാലികൾ തന്നെയാണ്. സോ ഈ വർഷത്തെ ഭാഗ്യശാലി നിങ്ങളായിരിക്കോ? എന്തു തോന്നുന്നു? നിങ്ങൾ ഇനിയും ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ ടിക്കറ്റ് വാങ്ങിക്കുക. ഇപ്പോഴും സജീവമായിട്ട് വിപണിയിൽ ഓണം ബമ്പർ ടിക്കറ്റുകൾ വിൽപ്പനയിലുണ്ട്. സെപ്റ്റംബർ 26-നാണ് ഓണം ബമ്പർ 2026-ന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. അത് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക. സെപ്റ്റംബർ 25-ാം തീയതി വരെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. സെപ്റ്റംബർ 26-ന് രാവിലെയും ടിക്കറ്റ് വാങ്ങാൻ സൗകര്യമുണ്ട്. എന്നിരുന്നാലും അവസാന നിമിഷത്തെ ആ ഒരു റഷ് ഒഴിവാക്കാൻ എപ്പോഴും നേരത്തെ തന്നെ ഈ ടിക്കറ്റുകൾ സ്വന്തമാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഓണം ആയല്ലോ, എന്തിനാ സെപ്റ്റംബറിൽ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കുന്നതെന്നുള്ളത്. സത്യത്തിൽ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് മൊത്തത്തിൽ 6 ബമ്പർ ലോട്ടറികൾ ആണ് പുറത്തിറക്കുന്നത്. 6 സമയങ്ങളിലായിട്ടാണ് പുറത്തിറക്കുന്നത്. അപ്പം ഓരോ ബമ്പറിന്റെയും നറുക്കെടുപ്പ് കഴിയുന്നതിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത ബമ്പറിന്റെ ടിക്കറ്റുകൾ വിപണിയിൽ എത്തുന്നത്. സോ ആ ഒരു കാലതാമസം വരുന്നത് കൊണ്ടാണ് ഈ ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് ഇങ്ങനെ നീണ്ടുപോകുന്നത്. ഇത് ഓണം ബമ്പറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ക്രിസ്മസ് ബമ്പർ ആയിക്കോട്ടെ, വിഷു വിഷു ബമ്പർ ആയിക്കോട്ടെ, എല്ലാം കുറച്ചുകൂടെ, അതായത് പർട്ടിക്കുലർ ഈ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെയൊക്കെ നറുക്കെടുപ്പ് നടക്കുന്നത്. ഇനി ഇതിന്റെ സമ്മാന ഘടന കൂടെ ഞാനൊന്ന് പറയാം. അതായത് ഒന്നാം സമ്മാനം അടിക്കുന്ന ആൾക്ക് 30 കോടിയാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനം 20 പേർക്കായിട്ടാണ് കൊടുക്കുന്നത്. അത് 1 കോടി വീതമാണ് 20 പേർക്ക് കൊടുക്കുന്നത്. മൂന്നാം സമ്മാനം 20 പേർക്ക് 25 ലക്ഷം വീതം ലഭിക്കും. നാലാം സമ്മാനമാണെങ്കിൽ 10 പേർക്ക് 5 ലക്ഷം വീതമാണ് ലഭിക്കുന്നത്. അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പേർക്കും ലഭിക്കും. അതിനുശേഷമുള്ളത് 5000 രൂപ മുതൽക്ക് 200 രൂപ വരെയുള്ള സമ്മാനങ്ങളാണ്. അതിന് താഴേക്ക്, അതായത് 6-ാം സമ്മാനം മുതൽക്ക് ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ലക്ഷങ്ങളും കോടികളും ഉൾപ്പെടുന്ന സമ്മാനം അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണം മെമ്പർ വിപണിയിലെത്തി ടിക്കറ്റുകൾ വാങ്ങിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. ഈ ഓണം മെമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ തുക എങ്ങനെയാണ് കൈപ്പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? അതുകൂടെ ഞാനൊന്ന് പറയാം. അതായത് നിങ്ങൾ ഓണം മെമ്പർ അടിച്ചാലും ഇല്ലെങ്കിലും ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ പിറകു വശത്ത് നിങ്ങളുടെ പേരും മേൽവിലാസവും ഒന്ന് എഴുതി വെക്കും. ഒരു വേള നിങ്ങൾക്കാണ് ഭാഗ്യം തുണയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. പറയാം. അതായത് ടിക്കറ്റിൽ പിറകിൽ പേരും മേൽവിലാസവും ഉണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ച നിങ്ങളുടെ സ്വന്തം ടിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ ഔദ്യോഗിക, അതായത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ നമ്പർ കറക്റ്റ് ആണോ, നിങ്ങൾക്ക് തന്നെയാണോ നമ്പർ അടിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. അതിനുശേഷം മാത്രം ഈ പൈസ കൈപ്പറ്റുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കും. ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾ ടിക്കറ്റിന്റെ, അതായത് നിങ്ങൾക്ക് ബമ്പർ അടിച്ച ആ ടിക്കറ്റിന്റെ 2 വർഷങ്ങളുടെയും കോപ്പി എടുക്കണം. ഈ കോപ്പി എടുത്തിട്ട് ഒരു ഗസറ്റർ ഓഫീസറിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. ഈ സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ ഗസറ്റർ ഓഫീസിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. അതും ഈ അപേക്ഷയോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ ഭാഗ്യക്കുറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ സ്റ്റാമ്പ് രസീത് ഫോറം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ₹1 സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതും സമർപ്പിക്കണം. ഇനിയിപ്പം പ്രായപൂർത്തിയാവാത്ത ആൾക്കാണ് ഈ ലോട്ടറി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും വഴിയുണ്ട്. കാരണം നിങ്ങളുടെ മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖകൾ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊക്കെ സമർപ്പിച്ചാൽ മാത്രം മതിയാവും. ഈ ബമ്പർ എടുക്കുമ്പം ഉള്ളൊരു ഒരു ട്രെൻഡ് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. അത്തരത്തിൽ നിങ്ങളിപ്പോൾ ഒന്നിലധികം ആളുകൾ ചേർന്നിട്ട് എടുത്ത ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുപോലെ ചേർന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അയാളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതിനായി നിങ്ങൾ ഒരു ₹50 ഒരു മുദ്രപത്രം വാങ്ങിയിട്ട് അതിൽ മറ്റംഗങ്ങളെല്ലാം ഈ കാര്യം എഴുതി ചേർത്ത് സമർപ്പിക്കണം. സോ അപ്പോൾ മാത്രമേ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. നിങ്ങൾ ഈ പൈസ, അതായത് ടിക്കറ്റ് സമ്മാനം ലഭിച്ച പൈസ ലഭിക്കുന്നതിനായി അപേക്ഷയും അതുപോലെ മറ്റു രേഖകളൊക്കെ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും കൂടെ സമർപ്പിക്കേണ്ടതുണ്ട്. അത് ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖ സമർപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ ഈ ലോട്ടറി സമർപ്പിക്കാൻ സാധിക്കും. അതിനുള്ള സൗകര്യങ്ങളും നിലവിലുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ചുമ്മാ ടിക്കറ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും വെച്ച് മറന്നു പോകരുത്. അതായത് ഇങ്ങനത്തെ ബമ്പർ ലോട്ടറികൾ പ്രത്യേകിച്ച് ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലങ്ങളിലോ ഒന്നുകിൽ ഫയലിലോ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ഡയറി, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ അത് വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുക. അതായത് ഇതിലെ നമ്പറുകൾ മാഞ്ഞു പോവാനോ നിങ്ങൾ പിറകിൽ എഴുതിയ പേരും മേൽവിലാസവും മാഞ്ഞു പോവാനോ ഒന്നും പാടില്ല. എല്ലാം ക്ലിയർ ആയിരിക്കണം. സോ അത് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് വെക്കുക. കൃത്യം അതായത് എന്നാണോ സെപ്റ്റംബർ 26-നാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ്. അതുപോലെ നിങ്ങൾ ഏത് ബമ്പർ എടുത്താലും ഏത് ലോട്ടറി എടുത്താലും എന്നാണ് നറുക്കെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം വരെ അത് സൂക്ഷിച്ച് വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ, നിങ്ങൾ ലോട്ടറി എടുത്തു, നിങ്ങളുടെ നമ്പർ അതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബമ്പർ അടിച്ച ആ ലോട്ടറി നിങ്ങൾ ബാങ്കിൽ സമർപ്പിക്കണം നേരിട്ട്. അല്ലാതെ അതിൻ്റെ നമ്പർ ഓർമ്മയുണ്ട് അല്ലെങ്കിൽ നമ്പറിൻ്റെ ഫോട്ടോ എടുത്തത് കൊണ്ട് കാര്യമില്ല. സോ ലോട്ടറി ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അത് സൂക്ഷിച്ച് വെക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഓണം ബമ്പർ 2026 വിപണിയിൽ ഇപ്പോൾ സജീവമായിട്ട് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ റെക്കോർഡ് വിൽപ്പനയിലേക്ക് എത്തുമോ എന്ന് അടുത്ത മാസം സെപ്റ്റംബറോടെ അറിയാൻ സാധിക്കും. അപ്പം അത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ പോയിട്ട് വരാം. ബൈ.